പേർഷ്യക്കാരും ഗ്രീക്കുകാരും പുരാതന ശത്രുക്കളായിരുന്ന കാലം. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് ഈ വൈരം. സാമ്രാജ്യം വിപുലമായിരിക്കാനായിരുന്നു പേർഷ്യക്കാരുടെ യുദ്ധമെങ്കിൽ സ്വാതന്ത്ര്യം നിലനിർത്താനായിരുന്നു ഗ്രീക്കുകാരുടെ ചെറുത്തുനിൽപ്പ്. പേർഷ്യക്കാർ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. വിഭിന്ന മതങ്ങൾ, വിഭിന്ന സംസ്കാരങ്ങൾ. എന്നാൽ ഒരൊറ്റ രാജാവേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ആ രാജാവിന് കീഴിൽ വൈരുദ്ധ്യങ്ങളെല്ലാം അവഗണിച്ച് അവർ ഒറ്റക്കെട്ടായി നിന്നു. അതായിരുന്നു അവരുടെ പോരാട്ടത്തിന് വീര്യം പകർന്നത്. എന്നാൽ ഗ്രീക്കുകാരുടെ സ്ഥിതി നേരെ മറിച്ചായിരുന്നു. അവർക്ക് ഒരൊറ്റ ഭാഷയും ഒരൊറ്റ മതവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പരസ്പരം കലഹിക്കുന്ന നഗരരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായിരുന്നു അവർ. പല രാജാക്കന്മാർക്കു കീഴിൽ അണിനിരന്ന് പരസ്പരം പടവെട്ടുന്ന ഗ്രീക്കുകാരെ നേരിടാൻ പേർഷ്യക്കാർക്ക് താരതമ്യേന എളുപ്പമായിരുന്നു. പേർഷ്യ സാമ്രാജ്യം ധനികമായിരുന്നു, വിസ്തൃതവും. BC 549-522 കാലഘട്ടത്തിൽ ഭരിച്ച മഹാനായ സൈറസും അദ്ദേഹത്തിൻ്റെ പുത്രൻ കാബിസസും ഉഗ്രപ്രതാപികളായിരുന്നു. അക്കാലത്ത് പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ ഏതൊക്കെയായിരുന്നു? കിഴക്ക് ഭാഗത്ത് ഇന്ത്യയും പടിഞ്ഞാറ് വശത്ത് ഈജിപ്തും. ഏഷ്യ മൈനറിൻ്റെ ഭാഗങ്ങളിൽ കുറേ ഗ്രീക്ക് പ്രദേശങ്ങളും പേർഷ്യയുടെ കീഴിലായിരുന്നു. പിൽക്കാലത്തെ രാജാക്കന്മാരായ ഡാരിയസ് ഒന്നാമനും അദ്ദേഹത്തിൻ്റെ പുത്രൻ സെർക്സസും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ തീവ്രശ്രമം നടത്തി. ഇവരിൽ സെർക്സസ് ഏതൻസ് പിടിച്ചെടുക്കുകയും അവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് തീയിടുകയും ചെയ്തു. അതൊരു വലിയ വിജയമായി പേർഷ്യക്കാർ കരുതി. ഏതൻസുകാർ ഏറെ വൈകാതെ തിരിച്ചടിച്ചു. ശക്തമായിരുന്നു അവരുടെ ആക്രമണം. പിടിച്ചു നിൽക്കാനാവാതെ സെർക്സസും സൈന്യവും പേർഷ്യയിലേക്ക് പേടിച്ചോടി. എന്നിട്ടും പകയടങ്ങാത്ത ഗ്രീക്കുകാർ പേർഷ്യക്കെതിരായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി നമുക്ക് അലക്സാണ്ടർ ആരാണെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് വരാം. ചരിത്രം അലക്സാണ്ടർക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു വിശേഷണമുണ്ട്: മഹാൻ. സ്വന്തം പേരിനൊപ്പം മഹാൻ എന്ന് ചേർത്തു വിളിക്കപ്പെടുന്ന ചരിത്രത്തിലെ അപൂർവം ചക്രവർത്തിമാരിലൊരാളാണ് അലക്സാണ്ടർ. അച്ഛനമ്മമാരിൽ നിന്ന് ധൈര്യവും ക്രൂരതയും പൈതൃകമായി കിട്ടിയ അലക്സാണ്ടറെ മഹാനായ ചക്രവർത്തിയായി ഉയർത്തിയത് അദ്ദേഹത്തിന് കിട്ടിയ വിദ്യാഭ്യാസമാണ്. അധികാരവും സമ്പത്തും കൂടിച്ചേരുമ്പോൾ നഷ്ടപ്പെടുന്ന പലതും അലക്സാണ്ടർക്ക് നഷ്ടപ്പെടാതിരുന്നതും അതുകൊണ്ട് തന്നെ. ലോകം കണ്ട മികച്ച തത്വചിന്തകരിലൊരാളായ അരിസ്റ്റോട്ടിലായിരുന്നു അലക്സാണ്ടറുടെ ഗുരു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ നയിച്ചതാകട്ടെ മഹാനായ ഒരു സാഹിത്യകാരനും, ഹോമർ. ചെറുപ്രായത്തിൽ തന്നെ അലക്സാണ്ടർ ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. തികച്ചും സാഹസികമായിരുന്നു ആ യാത്ര. അതീവ ദുർഘടമായ പാതകൾ, അതിപ്രഗത്ഭരായ ശത്രുക്കൾ, എല്ലാത്തിനും പുറമെ ഇടയ്ക്കിടെ എത്തുന്ന ചുഴലി രോഗവും. അലക്സാണ്ടറുടെ സൈന്യം കടന്നുപോയ അഫ്ഗാൻ മലനിരകൾ ഇന്നും സൈന്യക്കാർക്ക് വെല്ലുവിളിയാണെന്ന് ഓർക്കുമ്പോൾ നാം അമ്പരന്നു പോകും. അലക്സാണ്ടറെ പോലെ മറ്റൊരു ചക്രവർത്തിയെ ലോകം കണ്ടിട്ടില്ല. പകൽ മുഴുവൻ യുദ്ധകളത്തിൽ വീരുറ്റ പോരാട്ടം, രാത്രി മുറിവുകളിൽ മരുന്ന് പുരട്ടി സ്വന്തം കൂടാരത്തിൽ കലാകാരന്മാരോട് തത്വജ്ഞാനികളോടുമൊപ്പം ചർച്ചയും ആഘോഷവും. ഒപ്പം നാളെ ചരിത്രമാകുന്ന സംഭാഷണം എഴുതിയെടുക്കാൻ ഒരു ചരിത്രകാരനും. ചരിത്രവും ഇതിഹാസവും ഒന്നാകുന്ന അപൂർവ സന്ദർഭമാണ് അലക്സാണ്ടറുടെ ജീവിതം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മാസിഡോണിയ ഇന്നൊരു ചെറിയ രാഷ്ട്രമാണ്, ഫിലിപ്പ് രാജാവിൻ്റെ സാമ്രാജ്യത്തെക്കാൾ ചെറുത്. അലക്സാണ്ടർക്കു ശേഷം കുറേ കാലം മാസിഡോണിയ ഭരിച്ചത് വിദേശ ശക്തികളായിരുന്നു. ഗ്രീക്കുകാരും റോമക്കാരും ബൾഗോറിയക്കാരും തുർക്കികളും ഇവിടെ അധികാരത്തിലെത്തുകയും പിന്നീട് പുറത്താകുകയും ചെയ്തു. 1991 യൂഗോസ്ലാവിയയിൽ നിന്നാണ് മാസിഡോണിയ സ്വതന്ത്രമായത്. പുരാണ നായകനായ അക്കില്ലസിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളായിരുന്നു അലക്സാണ്ടറുടെ മാതാവ് ഒളിമ്പിയസ്. പിതാവ് ഫിലിപ്പ് രാജാവും ഹെർക്കുലീസിൻ്റെ പിൻതലമുറക്കാരനും ധീരനും
പരാക്രമിയുമായ പുത്രനായിരിക്കും തങ്ങൾക്ക് ജനിക്കുകയെന്ന് ഇരുവർക്കും സ്വപ്നദർശനമുണ്ടായി എന്ന് അറിയപ്പെടുന്നു. കുട്ടി ജനിച്ച ദിവസം അവിസ്മരണീയമായ ചിലതെല്ലാം സംഭവിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. ഫിലിപ്പ് രാജാവിൻ്റെ മുഖ്യ സൈനികനായ പാർമേനിയ അന്നേ ദിവസം ശത്രുക്കളെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തുകയും രാജാവിൻ്റെ കുതിര ഒളിമ്പിക്സ് മത്സരത്തിൽ വിജയിച്ചു എന്നും അറിയപ്പെടുന്നു.